മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു മലയാളിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ നിശിതമായി വിമർശിക്കുക, ലുക്കിനെ വിമർശിക്കുക, അല്ലെങ്കിൽ അഭിനയത്തിനെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു സധൈര്യം വിമർശിക്കുമ്പോൾ ഉള്ളിൽ ശരിക്കും എപ്പോഴെങ്കിലും പേടിയുണ്ടാവും. ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള, ഇത്രയും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമർശിക്കുന്നത്. അശ്വന്ത് ഗോക്കിന്റെ ബാല്യത്തിലും അശ്വന്ത് ഗോക്ക് എൻജോയ് ചെയ്ത സിനിമകൾ തന്നവരാണ് ഇവരെല്ലാം. അവരെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ എപ്പോഴും ഒരു ഉൾഭയം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹലോ, ഇപ്പൊ പേടിക്കാത്ത ഞാൻ പേടിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കും. കാരണം ലാലേട്ടൻ അങ്ങനെ ഒരു അപാരമായിട്ടുള്ള ഒരു മനുഷ്യനില്ലേ ആസ് എ പേഴ്സൺ. ലാലേട്ടനല്ല ഉദ്ദേശിച്ചത്, ഫാൻസിനെ. ലാലേട്ടൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ പ്രസ്ഥാനം കിടക്കുന്നുണ്ട്. അല്ല, അത് പ്രസ്ഥാനം കടന്നു കഴിഞ്ഞാലും ഈ ട്രൂ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നതെന്ന്. കാരണം ഇതേ ഞാൻ തന്നെ ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കത്തിക്കാറുണ്ട്. കാരണം കാരണം ഞാൻ ട്രൂ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നേര് വന്ന സമയത്ത് എനിക്ക് ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ട്. അതായത് ആ കരഞ്ഞെന്ന് വെച്ചാൽ ലാലേട്ടൻ കരഞ്ഞു മീൻസ് ഞാനങ്ങനെ സങ്കടം വന്ന് കരഞ്ഞല്ല, അത് നമുക്കൊരു ഇമോഷണലായി വരുന്ന സമയത്ത് കരഞ്ഞു പറഞ്ഞാൽ അപ്പാട് പൊട്ടിക്കരഞ്ഞില്ല, അങ്ങനെ കണ്ണ് നിറഞ്ഞു. കാരണം നേരങ്ങനെ ആ സമയത്ത് കിട്ടിയ ഒരു ജമ്മായിരുന്നു. ആ സമയത്ത് അപാര സിനിമയൊന്നുമല്ല, പക്ഷേ ലാലേട്ടൻ്റെ ആ സാധനം കിട്ടിയ ന്യൂആൻസൻസ് കിട്ടിയപ്പോൾ സന്തോഷം. അപ്പം അതുകൊണ്ട് അല്ലാതെ ഈ അന്തം ഫാൻസിന് എന്തായാലും ദേഷ്യം കാണുമല്ലോ. അതിപ്പം ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, മമ്മൂക്ക ഫാൻസ് എന്നോട് ദേഷ്യമുള്ള ആൾക്കാരെ കൂടുതൽ. അപ്പം ഇതിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഈ പണി നടക്കൂല. എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ മറ്റുള്ളവരുടെ ദേഷ്യം വിറ്റ് കാശാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, ഇത് ഞാൻ അശ്വന്തിന്റെ റിവ്യൂ കാണാൻ കയറുന്നത് ഇവൻ എന്താ പറഞ്ഞേക്കണെന്ന് പറയാൻ വേണ്ടിയിട്ട് ശത്രുക്കളായി മെജോറിറ്റി കാണാൻ ചിലപ്പോൾ കയറുന്നത്. പകുതിക്ക് മുകളിൽ ചിലപ്പോൾ അവരായിരിക്കും ഇവൻ എന്തായിരിക്കും നമ്മുടെ പടത്തിനെ പറ്റി പറഞ്ഞേക്കണേ. അല്ല, അത് മനഃപൂർവ്വം വിറ്റ് കാശാക്കുന്നില്ല, കാശ് വരുന്നതാണ് സംഭവം. ഞാനതൊരു അലങ്കാരികമായിട്ട് മനസ്സിലായി. ഈ അതുപോലെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മോഹൻലാൽ എന്നൊരു പേര് പറയുമ്പോഴും എപ്പോഴും പറയും ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയും. ഡിക്യു എന്ന് പറയുമ്പോൾ തീർക്കാൻ പറ്റും തീർക്കട എന്ന് പറയും. ഷൈൻഡോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ്? അവരെ ശരിക്കും പേഴ്സണലി വ്യക്തിഗത ചെയ്യുന്നതല്ലേ? ഏതെങ്കിലും സിനിമകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിമിക്രി കൂടെ നിരോധിക്കേണ്ടി വരും. കാരണം മിമിക്രിക്കാർ എന്താ കാണിക്കുന്നത്? മരിച്ചു ആൾക്കാർ വരെ കാണിക്കുന്നുണ്ട്. ജയനയും സത്യനും അവരെ കളിയാക്കുന്നില്ലല്ലോ. പിന്നെ കളിയാക്കല്ലാതെ അശ്വന്ത് ഗോക്ക് അവരുടെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഒരു ഡയലോഗ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഡയലോഗ് തന്നെയല്ലേ പാളിപ്പോയ സാധനം എടുത്ത് പറയുന്നതല്ല. പാളിപ്പോയത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. കാരണം അത് അവര് പറഞ്ഞിട്ടുള്ള ഡയലോഗ് തന്നെയല്ലേ. അല്ലാതെ പക്ഷെ അത് പ്രയോഗിക്കുന്ന അസ്ഥാനത്തല്ല, അത് ഫ്ലോയിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന. അതോ ലാലേട്ടൻ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ലേ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം അല്ലല്ല, അത് അങ്ങനെ തോന്നി കാണും. പക്ഷെ അപ്പൊ ഞാൻ അങ്ങനെ കൂടെ പറയുന്നതുകൊണ്ടാണ് എന്റെ വീഡിയോ കാണാൻ രസം. അതെ, ഞാനിങ്ങനെ ഇരുന്ന് വാർത്ത വായിക്കും പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ലല്ലോ. മലയാളത്തിലെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ഈ 4 പേരായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി മാത്രമായി. അത് അവിടേക്ക് ദിലീപിന്റെ എൻട്രി വന്നു. സുരേഷ് ഗോപി താരതമ്യേന അദ്ദേഹത്തിന്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ജയറാം ഈ ഒരു താരനിരയിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു, അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള 2 പേരിലേക്ക് സിനിമ ഒതുങ്ങുന്നു. പിന്നീട് ദിലീപിന്റെ പല ഇഷ്യൂസും പിന്നെ അദ്ദേഹം മാറുന്നു. ആ സ്ഥാനത്തേക്ക് പലരും വന്ന് പൃഥ്വിരാജ് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ മാത്രം നിൽക്കുന്നത്. സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഈ ജയറാമിന്റെ ഒരു കരിയർ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു ഭാഷയിൽ പോയി പല സൈഡ് വേഷം ചെയ്തു. ഇപ്പം കാളിദാസൻ പറഞ്ഞു നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് പോണേ, തമാശ രീതിയിലാണ് ജയറാം തിരുത്തി. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ പഴയ ഒരു സ്റ്റാർഡം നഷ്ടമായതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും തോന്നുന്നത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ? അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. സ്റ്റാർഡം എണ്ണുന്ന ഒരാളാണ് ജയറാമിന്റെ ബേസിക് പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങള്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയന്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അതിൽ പുള്ളി കിട്ടില്ല. അപ്പോൾ CID ഉണ്ണികൃഷ്ണൻ BAB ഒക്കെ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈ നിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടി ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിന്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി ഏറെ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിന്റെ കോമഡി സിനിമയായിട്ടുള്ള CID മ്യൂസിയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നടൻ
പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാർ സ്റ്റാർ ആകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിൻ്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാമും ദിലീപ് തന്നെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഓർ ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ച പടാന്ന് ആദ്യം പറയുന്നത്, അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോവില്ല. ഇപ്പോൾ CID മൂസ ജയറാമിന് പോവില്ല, കണാപ്പറിന് സ്വാഗ് ജയറാമിന് കിട്ടൂല. അപ്പം അങ്ങനെ വന്ന് പുള്ളിയുടെ നാച്ചുറൽ സ്വാഗില്ലായ്മ കൊണ്ട് പുള്ളി ഫില്ലോട്ടായി പോയതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓസ്ലർ തന്നെ പുള്ളിക്ക് എടുത്താൽ പോകാത്ത റോളത്, പുള്ളി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചത് അത് ശ്വാസമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ ഞാനിപ്പോൾ ജയറാമിനെ വ്യക്തിഹത്യ ചെയ്തെന്ന് പറഞ്ഞല്ല, എനിക്ക് തോന്നി അറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇത് തന്നെ ബെറ്റർ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ ബെറ്റർ. നായകനായിട്ട് വരുവാണെങ്കിൽ പുള്ളീൻ്റെ എൻ്റെ അടുത്ത് വെറുതെ ഒരു ഭാര്യ ഏതൊരു പടം എൻ്റെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് എത്രയോ വർഷം അതന്നെ അതേ പറഞ്ഞു, അവസാനമായിട്ട് ഹിറ്റായതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റും. ഡ്രാമ കോമഡി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതാണ് ഡ്രാമ, അതിൽ നമുക്ക് ഉണ്ടല്ലോ ഡ്രാമ, കോമഡി, ഇമോഷണൽ സീൻസൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ മൂപ്പർ. മറ്റേ ഈ സിനിമയില്ലേ ബാബുവിന് വില്ലനായിട്ടുള്ള, എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ട്, അവിടെ ഈ പേര് കിട്ടാത്ത ഉത്തമനിലൊക്കെ അതിൽ മീമൊക്കെ കണ്ടില്ലേ. അതായത് ദിലീപിന്റെ അതേ സോണിൽ ജയറാം സ്ട്രോങ് ആണ്, പക്ഷെ ഈ ഒരു ഒറ്റ സോണിൽ മിസ്സായി പോയി. ഇപ്പൊ ഇമോഷണൽ സീന് രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്യുമല്ലോ. ലാലേട്ടൻ മമ്മൂക്കിക്ക് എന്താ, ഇവർക്ക് എല്ലാം ഉണ്ട്, ഇവർക്ക് പറ്റാത്ത പരിപാടിയില്ല. അപ്പൊ മമ്മൂക്കിക്ക് ഡാൻസ് വീക്കാണെങ്കിൽ പുള്ളിക്ക് അത് പുള്ളിയുടെ ക്യാരക്ടർ ഓറ വെച്ച് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യും. പുള്ളി ഡാൻസ് കളിക്കാൻ നിർബന്ധമില്ല, എന്തും പോകും. അപ്പൊ കോമഡി വീക്കാണെങ്കിൽ പുള്ളിയുടെ രീതിയിൽ പുള്ളി കോമഡി കാണിക്കുമല്ലോ. ഇപ്പൊ ശ്രീധരന്റെ ഒന്നാം തിരുമുറൊക്കെ ഞാൻ എപ്പോഴും കാണുന്ന, ഗോളാന്തര വാർത്ത എപ്പോഴും കാണുന്ന, അത് കോമഡിയില്ല. പുള്ളി ക്യാരക്ടറായി മാറിയിട്ട് പുള്ളി ആ ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിൽ കോമഡി ചെയ്യും, ലാലേട്ടൻ ചെയ്യുന്ന രീതിയിലല്ലെങ്കിലും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ലിമിറ്റേഷൻസ് ഇല്ല. ഈ ലിമിറ്റേഷൻ മമ്മൂക്കിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ പുള്ളി ഈസി ആയിട്ട് ഓവർകം ചെയ്യും. ഓക്കെ. ഇപ്പം ഈ നമ്മൾ പറഞ്ഞപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു, ദിലീപേട്ടൻ്റെ കേസിന്റെ വിധി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അപ്പം ഇപ്പോഴും കോടതി വിധിച്ചിട്ടും പുള്ളിയെ കുറ്റവാളി എന്ന് തന്നെ തീരുമാനിച്ച ഒരു മെജോറിറ്റി വിഭാഗം ഓഡിയൻസ് ഉണ്ട്. പുള്ളിയുടെ സിനിമ കാണില്ല, കൊമന്റ്സ് അറിയാം. പുള്ളി ഇപ്പോഴും കുറ്റവാളി എന്ന് കരുതുന്ന ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട്. ഈ ദിലീപേട്ടന് പഴയ ഒരു കണ്ടിന്യൂസ്ലി അദ്ദേഹത്തിന്റെ സിനിമകൾ ഫ്ലോപ്പ് ആവുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് ചില സിനിമകൾ വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഒന്നും ഫ്ലോപ്പ് എന്നല്ല പറഞ്ഞത്, ബട്ട് സ്റ്റിൽ വർക്ക് ആവാതെ പോകുന്ന സിനിമകളാണ് തുടർച്ചയായിട്ട് അദ്ദേഹം സെലക്ഷനിൽ പറ്റുന്ന പാളിച്ചായിരിക്കാം. അദ്ദേഹം ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ആളുകൾ പഴയ രീതിയിൽ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അദ്ദേഹത്തിന്റെ ഭാവി പഴയ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്യണം. അങ്ങനത്തെ ക്രിയേറ്റേഴ്സ് ഇപ്പം തരുൺമൂർത്തി ദിലീപായിട്ട് കൊളാബ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കമൽനീര് ദിലീപായിട്ട് കൊളാബ് ചെയ്യുമോ, അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ കൊളാബ് ചെയ്യുമോ? നമുക്ക് എഴുതി ഒപ്പിടാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് അല്ലേ ഇവര്. അപ്പം കൊളാബ് വരണം. അല്ലാതെ ദിലീപിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ബബ്ബ എഴുതിയ പോലെ ഏതെങ്കിലും രണ്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ട് അത് എഴുതിയിട്ട് കാര്യമില്ല. അത് അത്ര ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ മകൻ പുള്ളി ഇപ്പം ദിലീപിനെ വെച്ച് പടം ചെയ്യുമോ എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരു ഡയറക്ടർ പടം വരണം. അല്ലാണ്ട് ദിലീപേട്ടൻ്റെ പടം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ഒരു സിറ്റുവേഷനിൽ എപ്പോൾ ഉള്ളത്. ഡയറക്ടർ പടം വരണം. ഇതിൽ തന്നെ ലാലേട്ടനെ കൊണ്ടുവന്നുകൊണ്ട് ബബ്ബാണ് ആൾക്കാർ പോയത്. ഫസ്റ്റ് ദിവസം ഇത്ര ആൾക്കാർ പോയത്. അതെ, ദിലീപേട്ടൻ്റെ സ്റ്റാൻഡ് ലോൺ സിനിമയായിരുന്നെങ്കിൽ അത്ര ഹൈപ്പ് അതിന് കിട്ടൂല. അപ്പം അങ്ങനെയുള്ള കൊളാബ് വരണം. പക്ഷെ അത്തരം ആളുകൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടും കൊളാബ് അത് പണ്ട് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ ദിലീപേട്ടൻ വെച്ച് പണ്ട് ചെയ്ത ആൾക്കാരാണല്ലോ. എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അതെന്തുകൊണ്ടാവാത്തതെന്നുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ ഉണ്ടായിരിക്കാം. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തുണ്ടല്ലോ. ഇനിയിപ്പോൾ പണ്ടത്തെ ഫീൽഡ് ഔട്ടായ ഡയറക്ടേഴ്സ് ഇനിയിപ്പോൾ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഡയറക്ടർ സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. ഇപ്പൊ അൻവർ റഷീദ് ഇപ്പം ദിലീപേട്ടൻ വെച്ച് പടം തയ്യാറാവും. അവരെല്ലാവരും അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ വെച്ചിട്ടാണ് കൂടുതലും കഥകൾ ആലോചിക്കുകയും. അപ്പൊ ആ സർക്കിള് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന കോമഡിയും അതിൽ നിന്ന് വരുന്ന ഡ്രാമയും പരിപാടിയൊക്കെ തന്നെ ഇപ്പം വർക്കാവൂല. എങ്ങനെയെങ്കിലും പിന്നെ തള്ളിക്കയറ്റാന്നല്ലാതെ. ശരിയാ, അത് ജെന്യൂൻ ആയിട്ട് വർക്കാണ് ഒരു സിനിമ അത്രയും കളക്ട് ചെയ്തൊരു ഹിറ്റ് ആവണമെങ്കിൽ.